എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലാബ് എങ്ങനെ സെറ്റ് ചെയ്യും എന്നുള്ളതാണ്. സിമുലേഷൻ ലാബ്സ്. അതിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് പാക്കറ്റ് ട്രേസർ എന്നുള്ള സിസ്കോ എന്നുള്ള ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ലാബ് സിമുലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തതായിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ GNS3. അതുപോലെ തന്നെ വൈറൽ എന്ന് പറഞ്ഞ വേറൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഇത് രണ്ടും അഡ്വാൻസ് യൂസേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റും. പാക്കറ്റ് ട്രേസർ ഒരു സിമുലേഷൻ സോഫ്റ്റ്വെയർ ആണ്. ബിഗിനേഴ്സിന് അത് നല്ലതായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ സോഫ്റ്റ്വെയർസ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. പാക്കറ്റ് ട്രേസർ ഈ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ സിസ്കോ നെറ്റ് അക്കാഡമി എന്നുള്ള വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ യൂസർ നെയിം അതുപോലെ ഇമെയിൽ അഡ്രസ്സ് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു ഇമെയിൽ നമുക്ക് അയച്ചു തരും. ആക്ടിവേഷൻ ഇമെയിലിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് നൗ എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ട് ആക്ടിവേറ്റ് ആവും. ആ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് റിസോഴ്സസ് എന്ന് പറഞ്ഞൊരു ടാബ് കിട്ടും. ആ റിസോഴ്സസിൽ ഡൗൺലോഡ് പാക്കറ്റ് ട്രേസർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡൗൺലോഡ് ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും. അത് നമുക്ക് കാണാം, ഇതിൽ പല വേർഷൻസ് അവൈലബിൾ ആണ്. അതിൽ വിൻഡോസ് ഡെസ്ക്ടോപ്പ് വേർഷൻ 730, അതിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്, 64 ബിറ്റും 32 ബിറ്റും. അപ്പോൾ അതിൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വേർഷൻ അനുസരിച്ച് നമുക്ക് ഇതിൽ ഏത് ഓപ്ഷൻ വേണമെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇത് ലൈനക്സ് ഡെസ്ക്ടോപ്പിനും അതുപോലെ മാക് OSനും iOS ഐഫോൺ അല്ലെങ്കിൽ iOS ഡിവൈസുകൾക്കും അതുപോലെ ആൻഡ്രോയിഡ് ഡിവൈസുകൾക്കും ഇത് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ഏത് ഡിവൈസിന് വേണമെങ്കിൽ ഈ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ മൊബൈലിലോ ടാബ്ലറ്റിലോ PC-യിലോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലോ എവിടെ വേണമെങ്കിൽ ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ലാബ് ഇതിൻ്റെ കൂടെ തന്നെ ഫോളോ ചെയ്യാൻ പറ്റും. കമാൻഡ്സും കാര്യങ്ങളൊക്കെ ഈ സോഫ്റ്റ്വെയറിൽ നിന്ന് എൻ്റർ ചെയ്യാം. നമുക്ക് സിമുലേഷൻ ലാബ്സ് അതുപോലെ നമ്മൾ ചെയ്യുന്ന ടോപ്പോളജീസൊക്കെ നമുക്ക് ഇതുവഴി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ആ സോഫ്റ്റ്വെയർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതും അതുപോലെ എങ്ങനെ ആക്സസ് ചെയ്യുക എന്നുള്ളതും നോക്കാം. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ ഇവിടെ നമുക്ക് കാണാം. ഡൗൺലോഡ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർസ് പാക്കറ്റ് ട്രേസർ. അത് ഇൻസ്റ്റലേഷൻ വളരെ സിമ്പിളാണ്. ഡബിൾ ക്ലിക്ക് ചെയ്യുക, അതിൽ ഓപ്ഷൻസ് ഫോളോ ചെയ്യുക. അത് കഴിയുമ്പോൾ അത് ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആവും. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഐക്കൺ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ സിസ്കോയിൽ ക്രിയേറ്റ് ചെയ്ത ആ അക്കൗണ്ട് യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യുക. അത് എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഫസ്റ്റ് പേജായിട്ട് നമുക്ക് അവിടെ ഒരു ബ്ലാങ്ക് ഒരു പേജാണ് നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടുക. അതിൽ നമുക്ക് ആവശ്യമുള്ള സിമുലേഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഇഷ്ടപ്പെട്ട ടോപ്പോളജി നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് ഞാനിവിടെ കാണിച്ചു തരാം. ഇത് നമുക്കൊരു ബേസിക് ഓപ്ഷൻസ് ഫസ്റ്റ് തന്നെ ഇവിടെ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ ഏറ്റവും താഴെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഡിവൈസുകളെ കാണാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് കാണാം ഒരു റൗട്ടർ നെറ്റ്വർക്ക് ഡിവൈസസ് എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൗട്ടേഴ്സ് സ്വിച്ചസ് അങ്ങനെയുള്ള ഡിവൈസുകൾ ഇവിടെ കാണാൻ പറ്റും. അതുപോലെ ഫയർ വാൾസ് അങ്ങനെയുള്ള ഡിവൈസുകളെല്ലാം ഇവിടെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് കാണുന്നത് അടുത്ത ഓപ്ഷനിൽ ഡെസ്ക്ടോപ്പ് അതുപോലുള്ള എൻഡ് പോയിൻറ്റ് ഡിവൈസുകളെല്ലാം ഇവിടെ കാണാം. PC, ലാപ്ടോപ്പ്, സെർവർ അതുപോലെ ഫോണ് അങ്ങനെയുള്ള ഡിവൈസുകളെല്ലാം കാണാൻ പറ്റും. ഇനി ഈ ഒരു ടാബിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കണക്ടിവിറ്റി എങ്ങനെ ഈ ഡിവൈസുകളെ കണക്ട് ചെയ്യുക എന്നുള്ളത്. ഇത് ഓട്ടോ കണക്ഷൻ എന്നുള്ളൊരു മോഡാണ്. അത് രണ്ട് ഡിവൈസും ഏത് കേബിൾ ടൈപ്പാണ് സപ്പോർട്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കേബിൾ ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ള ഓപ്ഷൻസ് നമുക്ക് അടുത്ത ഇനിയുള്ള ക്ലാസ്സുകളിൽ നോക്കാം. അപ്പോൾ നമ്മൾ ഒരു റൗട്ടർ ഇതിലേക്ക് സെലക്ട് ചെയ്യാണ്. ഫസ്റ്റ് ഒരു ടോപ്പോളജി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്.
നമുക്ക് ആദ്യം തന്നെ 2 റൗട്ടർ ആഡ് ചെയ്യാം. എന്നിട്ടൊരു സിമ്പിൾ നെറ്റ്വർക്കാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ റൗട്ടർ ആഡ് ചെയ്യുന്നു. ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ആഡ് ആയിക്കോളും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്വിച്ച്, പിന്നെ ഫയർവാൾ, നമ്മൾ ഇൻ്റർനെറ്റ്, പിന്നെ നമുക്ക് ഇവിടെ ഫയർവാൾ ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് എൻഡ് പോയിന്റ് ഡിവൈസുകൾ ആഡ് ചെയ്യാം. ഇവിടെ നമ്മൾ 2 PC ആഡ് ചെയ്തു. അത് നമ്മൾ ഒരു സെർവർ ആഡ് ചെയ്തു. ഇതാണ് നമ്മുടെ ബേസിക് ഒരു ടോപ്പോളജി ചെയ്തിട്ടുള്ളത്. ഇനി ഇത് നമ്മൾ കണക്ട് ചെയ്യണം ഈ ഡിവൈസുകൾ തമ്മിൽ. നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് അറിയില്ല എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം ഓട്ടോ കണക്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. കേബിൾ ടൈപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് ചൂസ് ചെയ്യും. അപ്പോൾ 2 ഡിവൈസുകൾ തമ്മിൽ എങ്ങനെയാണോ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് അതിന് പറ്റിയ കേബിൾസ് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിന് ചൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ കേബിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ട്രെയിറ്റ് ത്രൂ കേബിൾ ഉണ്ട്, ക്രോസ് കേബിൾ ഉണ്ട്, പിന്നെ ഫൈബർ ഒപ്റ്റിക് കേബിൾസ് ഉണ്ട്, സീരിയൽ കേബിൾസ് ഉണ്ട്, അങ്ങനെ പലതരം കേബിൾസ് ഉണ്ട്. അപ്പോൾ 2 ഡിവൈസുകൾ തമ്മിൽ കണക്ട് ചെയ്യണമെങ്കിൽ അതിന് രണ്ടിനും ബോത്ത് സൈഡ് ഈക്വൽ ആയിട്ട് കേബിൾ വേണം. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഇനീഷ്യൽ ഇതിൽ നമ്മൾ ഓട്ടോ കണക്ട് എടുത്ത് കണക്ട് ചെയ്യാം. അപ്പോൾ ഈ 2 PCകൾ നമ്മൾ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യണം. സ്വിച്ച് റൗട്ടറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. റൗട്ടർ ഫയർവാളിൽ കണക്ട് ചെയ്യുന്നു. ഫയർവാളിൽ നിന്ന് നമ്മൾ ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇൻ്റർനെറ്റിൽ നിന്ന് നമ്മൾ ഇതിനകത്ത് പോർട്ടില്ല, അതുകൊണ്ടാണ് ഇതിൽ ഈക്വലായിട്ട് പോർട്ടില്ല. അപ്പോൾ നമുക്കത് ഒരു പോർട്ട് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഡിവൈസിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡിവൈസിൻ്റെ ഫിസിക്കൽ വ്യൂ കാണാൻ പറ്റും. ആ വ്യൂവിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഡിവൈസിൽ ഏതാണ് പോർട്ടില്ലാത്തത് ആ പോർട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു ഫാസ്റ്റ് എതർനെറ്റ് പോർട്ടാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് റൗട്ടർ ഫിസിക്കലായിട്ട് ഓൺ ഓഫ് ഉള്ള ബട്ടൺ ഉണ്ട്. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ അത് പവർ ഓൺ ആണ്, അപ്പോൾ ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ റൗട്ടർ സ്വിച്ച് ഓഫ് ചെയ്യുന്നു, ഈ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ പോർട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. അപ്പോൾ അഡീഷണൽ ആയിട്ട് ഒരു പോർട്ടും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് റൗട്ടർ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തു. നമുക്കിവിടെ പോവുകയാണെങ്കിൽ ഏതൊക്കെ ഇൻ്റർഫേസ് ഉണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു എതർനെറ്റ് എക്സ്ട്രാ ഇൻ്റർഫേസാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ബൈ ഡിഫോൾട്ട് ഒരു ഇൻ്റർഫേസ് മാത്രമേ എതർനെറ്റിൻ്റെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ എക്സ്ട്രാ ഒരെണ്ണം കൂടെ ആഡ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ഫയർവാളിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കണക്റ്റായി. ഇനി അതുപോലെ തന്നെ ഫയർവാൾ റൗട്ടറിലേക്ക് കണക്ട് ചെയ്തു. റൗട്ടർ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തു. സ്വിച്ച് സെർവറിലേക്ക് കണക്ട് ചെയ്തു. ഇപ്പോൾ നമ്മളൊരു ബേസിക് നെറ്റ്വർക്കാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഓരോ ഡിവൈസുകൾ കോൺഫിഗർ ചെയ്യുന്നതിനനുസരിച്ച് നമുക്കതിൽ കമാൻഡ്സും കാര്യങ്ങളൊക്കെ റൺ ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു ഡിവൈസിൽ ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ട് വ്യൂ ഇപ്പോൾ നമുക്കിവിടെ ആ വ്യൂ കാണാൻ പറ്റും ആ ഡിവൈസിൻ്റെ. ഇത് ഒരു 24 പോർട്ട് സ്വിച്ചാണ്. അപ്പോൾ ആ സ്വിച്ചിൽ ഏതൊക്കെ ടൈപ്പ് പോർട്സ് ആണുള്ളത് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും.
24 പോർട്ട്സ് നമുക്ക് കാണാം ഈ സ്വിച്ചിനകത്ത്. ഇതിലുള്ളതെല്ലാം ഫാസ്റ്റ് എതർനെറ്റ് പോർട്ടാണ്. ഫാസ്റ്റ് എതർനെറ്റ് പോർട്ട് 100 Mbps സപ്പോർട്ട് ചെയ്യുന്ന പോർട്ട്സ് ആണ്. ഇനി ഈ സ്വിച്ചിനെ കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ കമാൻഡ് കിട്ടും. കമാൻഡ് CLI മോഡ് കിട്ടും. അപ്പോൾ ഈ മോഡിൽ പോയി കഴിഞ്ഞാൽ ഈ സ്വിച്ച് നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റൗട്ടർ നമ്മൾ ഇതാണ് അതിൻ്റെ ഫിസിക്കൽ വ്യൂ. ഇത് ഫ്രണ്ട് സൈഡ്. അതുപോലെ തന്നെ നമുക്ക് ഓൺ ഓഫ് പവർ ബട്ടണൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇത് ബാക്ക് സൈഡ് വ്യൂ. ഇനി നമുക്ക് എന്തെങ്കിലും ഇൻ്റർഫേസ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ മോഡുലർ സ്ലോട്ട്സ് ഉണ്ട്. നമുക്ക് എക്സ്ട്രാ ഇൻ്റർഫേസ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് നമുക്ക് പിക്ക് ചെയ്തിട്ട് ആവശ്യമുള്ള പോർട്ട് നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കോൺഫിഗറേഷൻ വിൻഡോയിൽ എന്തൊക്കെ പോർട്ടാണ്, എന്തൊക്കെ കോൺഫിഗറേഷനാണ് ഇപ്പോൾ അതിലുള്ളതെന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ CLI മോഡിൽ നമുക്ക് കമാൻഡ്സ് റൺ ചെയ്യാൻ പറ്റും. ഇത് ഫയർവാള്. അതുപോലെ തന്നെ നമുക്ക് ഫയർവാളിൻ്റെ ഫ്രണ്ട് വ്യൂ ഇവിടെ കാണാം. പിന്നെ നമുക്ക് എന്തൊക്കെ ഇൻ്റർഫേസ് അതിലുണ്ട്. പിന്നെ CLI മോഡ്. ഇതിനെ നമുക്ക് റീനെയിം ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇത് നമുക്ക് പറയാം ഹെഡ് ഓഫീസ് സ്വിച്ച് 1. ഇത് R1 റൗട്ടർ 1. ഫയർവാൾ 1. ഇത് നമുക്ക് ഇൻ്റർനെറ്റ് റിമോട്ട് ഫയർവാൾ 1. റിമോട്ട് റൗട്ടർ 1. സ്വിച്ച് 1. സെർവർ 1. അപ്പോൾ ഇങ്ങനെ നമുക്ക് നെയിമിങ് ചെയ്യാം. ഇതിനെ നമുക്കിത് PC1. ഇപ്പം നമ്മൾ പാക്കറ്റ് ട്രേസിൽ എങ്ങനെ ഒരു ലാബ് സെറ്റപ്പ് ചെയ്യാം, എങ്ങനെ ഡിവൈസുകൾ ആഡ് ചെയ്യാം, അതുപോലെ എങ്ങനെ ഓരോ ഡിവൈസുകളും തമ്മിൽ കണക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ പാക്കറ്റ് ട്രേസർ അതിൻ്റെ ഓരോ ദിവസമായിട്ട് എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത് ഓരോ ലാബുകൾ നമ്മൾ കാണുന്നതായിരിക്കും. ഇനി അടുത്തൊരു സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് GNS3 എന്നുള്ള സോഫ്റ്റ്വെയർ ആണ്. അത് നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് നിങ്ങൾ ഇതിൽ സെൻഡ് ചെയ്യുക. അതുപോലെ ഇത് ഷെയർ ചെയ്യുക.